ഹലോ ഗൈസ്, ഒന്ന് ഉച്ചയായപ്പോഴത്തേക്കും പഴങ്കഞ്ഞി കുടിക്കുക. ഒരു പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ജാനുവിൻ്റെ യോഗ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ അമ്മയുടെ കടയിലോട്ട് പോയി. അങ്ങനെ പെട്ടെന്ന് പോകുമായിരുന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു. കാരണം എനിക്കത് കഴിഞ്ഞിട്ട് വേണം വർക്കിന്. അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മ നല്ല സർപ്രൈസ് ആയി. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. പഴങ്കഞ്ഞിയിലേക്ക് കടന്നു. ഞാൻ പഴങ്കഞ്ഞി എടുത്തപ്പോഴത്തേക്കും അമ്മലിന് പഴങ്കഞ്ഞി കുടിക്കാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവനെടുത്തു. പഴങ്കഞ്ഞിയും ഈ അച്ചാർ, ഈ മാങ്ങച്ചാർ അടിപൊളിയായിരുന്നു. എനിക്ക് അമ്മ ഒരു കുപ്പി തന്നു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ പൊരിച്ച മീനെടുത്തു. പിന്നെ കരുവാടെടുത്തു. കരുവാടില്ലെങ്കിൽ പിന്നെ എന്ത് പഴങ്കഞ്ഞിയല്ലേ. പിന്നെ ചമ്മന്തി എടുത്തു. ചമ്മന്തി എനിക്ക് മാത്രം മതിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് പിന്നെ ഒരു കിഴങ്ങും കൂടെ വെച്ചു. പിന്നെ തലേദിവസത്തെ മീൻകറി അത് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ കുഴച്ച് ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം ഊറുവാണ് കേട്ടോ. അത്രയ്ക്ക് ആഗ്രഹിച്ച് ഞാൻ ഒരാഴ്ച കൊണ്ട് ആഗ്രഹിക്കുമായിരുന്നു അവിടെ പോയി പഴങ്കഞ്ഞി കുടിക്കണമെന്ന്. പിന്നെ മുളകും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. മുളക്, പുളിശ്ശേരി അങ്ങനെയുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. തലേദിവസത്തെ മീൻകറിയും കൂടെ അതിലോട്ട് ഒഴിച്ച് അതിൽ നിന്നൊരു കഷ്ണം പിച്ചി എടുത്തിട്ട് അതിലോട്ട് വെച്ച് കുഴച്ച് ഒരു അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് ടേസ്റ്റാന്ന് അറിയുമോ. നമുക്ക് പഴങ്കഞ്ഞിക്ക് ഒരു ചെറിയൊരു കറി മതി. ഒരു കരുവാടും ഒരു മീൻകറി ഉണ്ടെങ്കിൽ പഴങ്കഞ്ഞി സ്വർഗ്ഗമല്ലേ ഗൈസ്. അപ്പം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ ആ വഴി പോവുകയാണെങ്കിൽ നമ്മൾ അമ്മയുടെ കടയിൽ കയറുക. പിന്നെ അമ്മ എനിക്കൊരു ലിവർ പെരട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയാണ് കേട്ടോ. അത് ഇടയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. അങ്ങനെ അതും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ടാറ്റാ.